ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. പോസ്റ്റൽ വോട്ടുകൾ ഉൾപ്പെടെയുള്ള കണക്കുകൾ പ്രകാരം ജില്ലയിലാകെ 77.15% വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. 79.51% വോട്ട് രേഖപ്പെടുത്തിയ ഉടുമ്പൻചോല മണ്ഡലമാണ് പോളിംഗിൽ മുന്നിൽ. ദേവികുളത്ത് 77.86%, പീരുമേട്ടിൽ 77.50% പോളിംഗ് രേഖപ്പെടുത്തി. തൊടുപുഴയിൽ 75.97%, ഇടുക്കി മണ്ഡലത്തിൽ 75.40% വോട്ടിംഗ് നില. ജില്ലയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലും തോട്ടം മേഖലകളിലും വോട്ടർമാരുടെ സജീവ സാന്നിധ്യം ഇത്തവണ ദൃശ്യമായിരുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് ജനങ്ങളുടെ ജനാധിപത്യപരമായ അവബോധത്തെയാണ് സൂചിപ്പിക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് നിലവിൽ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ ജില്ലാ കളക്ടറേറ്റിൽ വിപുലമായ കൺട്രോൾ റൂം സംവിധാനങ്ങൾ പ്രവർത്തിച്ചു. PRO ആപ്പ്, ലൈവ് വെബ്കാസ്റ്റിംഗ് എന്നിവ വഴി 1076 ബൂത്തുകളിലെയും വിവരങ്ങൾ തത്സമയം നിരീക്ഷിച്ചു. നെറ്റ്വർക്ക് പരിമിതിയുള്ള 38 ബൂത്തുകളിൽ പ്രത്യേക റെക്കോർഡിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങളുടെ ഏകോപനം. ഓരോ 2 മണിക്കൂറിലും ബൂത്തുകളിൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ പ്രത്യേക സംവിധാനം ഒരുക്കിയിരുന്നു. സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാൻ IT വിദഗ്ധരുടെ ഒരു വലിയ നിര തന്നെ കൺട്രോൾ റൂമിൽ സജ്ജമായിരുന്നു. സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കുന്നതിൽ ഈ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ വലിയ പങ്ക് വഹിച്ചു. തിരഞ്ഞെടുപ്പ് തിരക്കുകൾക്ക് പിന്നാലെ എത്തിയ അവധിക്കാലം ആസ്വദിക്കാൻ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ വൻ പ്രവാഹം തുടരുന്നു. പ്രജനനകാലം കഴിഞ്ഞ് രാജമല തുറന്നതോടെ വരയാടുകളെ കാണാൻ ആയിരങ്ങളാണ് പ്രതിദിനം എത്തുന്നത്. സംസ്ഥാനത്ത് വേനൽ ചൂട് കടുക്കുമ്പോഴും രാത്രികാലങ്ങളിൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്ന മൂന്നാറിലെ കാലാവസ്ഥ സഞ്ചാരികൾക്ക് വലിയ ആശ്വാസമാകുകയാണ്. മാട്ടുപ്പെട്ടി, കുണ്ടള, ടോപ്പ് സ്റ്റേഷൻ തുടങ്ങിയ കേന്ദ്രങ്ങളെല്ലാം ഇപ്പോൾ സജീവമാണ്. വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ വർധനവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ പ്രധാന കേന്ദ്രങ്ങളിൽ കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ടൂറിസം പോലീസിനെയും വിന്യസിച്ചു. വരും ദിവസങ്ങളിൽ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് ഹോം സ്റ്റേ ഉടമകളും റിസോർട്ട് വ്യാപാരികളും പ്രതീക്ഷിക്കുന്നത്. മെയ് 1 നടക്കുന്ന മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവത്തിനായി ഇടുക്കി, തേനി ജില്ലാ ഭരണകൂടങ്ങൾ സംയുക്തമായി ക്രമീകരണങ്ങൾ ഒരുക്കി. കുമളിയിൽ ചേർന്ന അന്തർ സംസ്ഥാന അവലോകന യോഗത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിക്കാൻ തീരുമാനിച്ചു. ഭക്തർക്ക് പുലർച്ചെ 6 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാകും പ്രവേശനം. ട്രാക്ടറുകൾക്ക് നിരോധനമുള്ള പാതയിൽ പ്രത്യേക പാസുള്ള വാഹനങ്ങൾ മാത്രമേ അനുവദിക്കൂ. സുരക്ഷയ്ക്കായി വനം, പോലീസ് വകുപ്പുകളുടെ പ്രത്യേക സംഘത്തെയും മെഡിക്കൽ ടീമിനെയും നിയോഗിച്ചിട്ടുണ്ട്. വനത്തിനുള്ളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കാൻ കർശന പരിശോധനകൾ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ നടക്കും. കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാൻ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ കൂടുതൽ കൗണ്ടറുകൾ തുറക്കാൻ തീരുമാനമായി. ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കാൻ തമിഴ്നാട് സർക്കാരുമായി സഹകരിച്ച് KSRTC പ്രത്യേക സർവീസുകളും നടത്തും. കേരളത്തിലെ ഏക ആപ്പിൾ ഗ്രാമമായ കാന്തല്ലൂരിൽ ആപ്പിൾ മരങ്ങൾ പൂവിട്ട് തുടങ്ങിയതോടെ താഴ്വാരങ്ങൾ വെളുത്ത പൂക്കളാൽ നിറഞ്ഞു. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരം നേടിയ കാന്തല്ലൂരിൽ ഇത്തവണ മികച്ച വിളവാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത്. റോയൽ ഡിലീഷ്യസ്, ഗ്രാനി സ്മിത്ത് എന്നീ ഇനങ്ങളാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ആപ്പിൾ പൂത്തു നിൽക്കുന്ന മനോഹര ദൃശ്യം കാണാൻ നിരവധി സഞ്ചാരികളാണ് ഇപ്പോൾ കാന്തല്ലൂരിലേക്ക് എത്തുന്നത്. കാർഷിക വിനോദസഞ്ചാരത്തിന് വലിയ സാധ്യതയുള്ള ഈ മേഖലയിൽ കർഷകർക്കായി സർക്കാർ പ്രത്യേക ധനസഹായം ലഭ്യമാക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. വന്യജീവി ശല്യം തടയാൻ തോട്ടങ്ങൾക്ക് ചുറ്റും ഫെൻസിംഗ് സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ജൂലൈ അവസാനത്തോടെ വിളവെടുപ്പ് ആരംഭിക്കുന്നതോടെ കാന്തല്ലൂർ വിപണി വീണ്ടും സജീവമാകും. ഇടുക്കിയുടെ പ്രകൃതി ഭംഗിയും ചരിത്ര സ്മരണകളും കോർത്തിണക്കി സഞ്ചാരികളെ വിസ്മയിപ്പിക്കുകയാണ് അയ്യപ്പൻകോവിൽ തൂക്കുപാലം. മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുകിയെത്തുന്ന പുഴകളുടെ സംഗമസ്ഥാനത്ത് 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലത്ത് ഇടുക്കി ഡാമിലെ നീല ജലാശയത്തിന് മുകളിലായി ഈ കൂറ്റൻ തൂക്കുപാലം തലയുയർത്തി നിൽക്കുന്നു. വേനൽക്കാലത്ത് ജലം പിൻവാങ്ങുന്നതോടെ തെളിയുന്ന പാറക്കെട്ടുകളും പുൽമേടുകളും സഞ്ചാരികൾക്ക് മറ്റൊരു ദൃശ്യഭംഗിയാണ് നൽകുന്നത്. തിരക്കുകളിൽ നിന്നും മാറി ശാന്തത തേടുന്നവരുടെ പ്രിയപ്പെട്ട ഇടമായ ഇവിടം പ്രകൃതി ഒരുക്കിയ ഒരു കാവ്യം പോലെയാണ്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.